ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പുതുമയുള്ള സ്നാക്ക്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന ഫില്ലിങ്സൊക്കെ തന്നെയാണ് ഇതിലും ചേർത്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ഓയിലൊന്നും ആവശ്യമില്ല. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കാണാനും ഒന്ന് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ ഫില്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതലും ഉണ്ടാക്കാറുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 6 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2-3 ഒക്കെ മതിയാവും. ഈ ഒരു മസാല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് പല സ്നാക്കും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 8 അത്യാവശ്യം എരിവുള്ള 8 പച്ചമുളക് ഇവ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സവാളയുടെ എണ്ണം കുറവാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയതിന് ശേഷം മാത്രം. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് ഇതിലുണ്ടാവുക. പിന്നെ ഈ ഒരു കൂട്ടിന് അത്യാവശ്യം നല്ല എരിവും വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില അവസാനം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു മസാല ചിക്കൻ വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചെമ്മീനോ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഇഷ്ടമുള്ള രീതിയിലും മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് മിക്സായി റെഡിയായി കിട്ടിയാൽ ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ബാലൻസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പെടുത്തിട്ട് ഓരോ ബ്രെഡും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു അടപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ സൈഡ് ഭാഗമൊന്നും കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ കൂടുതൽ എണ്ണം സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് 1.5-2 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബ്രെഡിൻ്റെ ഫില്ലിങ്സ് ഇല്ലാത്ത ബാക്കി വരുന്ന ഈ ഒരു ഭാഗത്ത് മുട്ടയുടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് സൈഡ് ഭാഗം ഒന്ന് അമർത്തിയിട്ട് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ മുട്ടയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രെഡ് കുറച്ചൊന്ന് ഡ്രൈ ആയത് കാരണം 2 കൈയും ഒന്ന് വെള്ളം കൊണ്ട് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൈ രണ്ടും നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം മാത്രം മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ ചൂടായിട്ടുള്ള പാനിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒന്ന് ഷേപ്പായി കിട്ടുകയും ചെയ്യും, ഒന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള 2 ഭാഗവും മുട്ടയുടെ ആ മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയം മുക്കി വെക്കരുത്, ബ്രെഡ് ആയത് കാരണം കൂടുതൽ മുട്ട അതിലേക്ക് പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒരു സ്നാക്ക് ഒന്ന് പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 1 മിനിറ്റ് കൊണ്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ബ്രൗൺ കളറായി കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഈ സ്നാക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചൂടുള്ള പാനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഒന്ന് വീർത്ത് കിട്ടുകയും ചെയ്യും, നല്ല ഷേപ്പിൽ നല്ല റൗണ്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നല്ലൊരു വൃത്തിക്കും കാണാനൊരു വൃത്തിക്ക് വേണ്ടി ചെയ്തെന്ന് മാത്രം. സ്നാക്ക് ചൂടുണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കൈ ചൂടായി പോവും, അപ്പോൾ ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.